തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന 3 പേർ നീന്തി രക്ഷപ്പെട്ടു. ഇന്നലെ മാത്രം 2 വള്ളങ്ങളാണ് പുഴയിലെ തിരയിൽപ്പെട്ട് മറിഞ്ഞത്. പുലർച്ചെ 1:30 ചിന്തതിര എന്ന ബോട്ടിൽ മത്സ്യബന്ധനത്തിന് പോയ 4 പേർ അപകടത്തിൽപ്പെട്ടു. 3 പേർ നീന്തി രക്ഷപ്പെട്ടെങ്കിലും തിരയിൽപ്പെട്ട ഒരാൾ മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. 2 വർഷത്തിന് മുമ്പ് ഇതുപോലെ കടലിൽ ആ വള്ളമൊക്കെ ഇടയിൽ പോയി അങ്ങനെ അത് ഒരു പ്രാവശ്യം കല്ലിന്റെ ഇടയിൽ നിന്നാണ് ഊരിയെടുത്തത്. അന്നേരം നമ്മളെ കഷ്ടപ്പാട് കണ്ടാണ് അച്ഛൻ പണിക്കൊക്കെ പോണത്. ആശ്രയ അച്ഛൻ പോയി, ഇനി ഞങ്ങൾക്ക് കാര്യമില്ല. ഇനി ഇതുപോലെ ഒരു ജീവൻ കൂടെ പോകാൻ വഴി വെക്കല്ലോ. നിങ്ങൾ എങ്ങനെയെങ്കിലും അപകടമൊക്കെ മാറ്റണം. വിക്ടറിനൊപ്പം ഉണ്ടായിരുന്ന ഫ്രാൻസിസ്, സുരേഷ്, യേശുദാസ് എന്നിവരാണ് രക്ഷപ്പെട്ടത്. രാവിലെ 5:30 നടന്ന രണ്ടാമത്തെ അപകടത്തിലും വള്ളത്തിലുണ്ടായിരുന്നയാൾ നീന്തി കരയ്ക്ക് കയറി. നിലവിൽ 80-ലധികം മത്സ്യത്തൊഴിലാളികൾ മുതലപ്പുഴയിൽ മരിച്ചെന്നാണ് കണക്ക്. ഓരോ ദിവസവും മരണം മുന്നിൽ കണ്ടാണ് പുഴയിലൂടെ മീൻ പിടിക്കാനായി പോകുന്നതും ഇവർ തിരികെ വരുന്നതും. മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവരുടെ കണക്ക് പോലും അനൌദ്യോഗികമാണ്. ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്ക് പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നില്ല. ഓരോ അപകട മരണങ്ങൾ സംഭവിക്കുമ്പോഴും ശാശ്വത പരിഹാരം കാണാമെന്ന വാക്കുമാത്രമാണ് സർക്കാർ നൽകുന്നത്. അത് പാലിക്കപ്പെടുന്നുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുവിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.